അലയടിച്ചുയരും കടലല പോലെ അഭിഷേകം അഭിഷേകം ആത്മനിറവിൽ ആകാശച്ചെരുവിൽ അഭിഷേകം അഭിഷേകം. കൊല്ലം രൂപത ബൈബിൾ കൺവെൻഷൻ 2025 ആരംഭിച്ചു. കൊല്ലം രൂപത മെത്രാൻ റവറന്റ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. കൊല്ലം ആശ്രമ മൈതാനിയിൽ വെച്ച് നടക്കുന്ന കൺവെൻഷൻ നയിക്കുന്നത് ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് പള്ളിക്കുന്നേലാണ്. ഫെബ്രുവരി 12 മുതൽ 16 വരെ വൈകുന്നേരം 3:30 മുതൽ രാത്രി 9:30 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ കടന്നുവന്നത് 1976-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ രൂപതയായ കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാൻ ദൈവദാസൻ ജെറോം എം ഫെർണാണ്ടസ് പിതാവാണ് കേരള കരിസ്മാറ്റിക് നവീകരണ സംവിധാനങ്ങൾക്ക് രൂപഭാവങ്ങൾ നൽകാൻ നേതൃത്വം കൊടുത്തത്. അതിനുവേണ്ടി രൂപം കൊണ്ട കേരള സർവീസ് ടീമിന്റെ ആദ്യ ചെയർമാനായി 1978 പിതാവ് സ്ഥാനമേറ്റെടുത്തു. ഈ കാലയളവിൽ തന്നെ കൊല്ലം രൂപതയിൽ അഭിവന്യ പിതാവിന്റെ ആത്മീയ നേതൃത്വത്തിൽ കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ചു. ഇതിനു തുടർച്ചയായി 1982-84 കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് കൺവെൻഷനുകളും ധ്യാനങ്ങളും രൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ വ്യാപകമായി. സംഘടിതമായ രീതിയിൽ വർഷം തോറും കൺവെൻഷൻ നടക്കുന്നതിന് രൂപം കൊണ്ട വിവിധ കൂട്ടായ്മകൾ കൺവെൻഷന് നേതൃത്വം നൽകി. അഭിവന്യ ജോസഫ് എം ഫെർണാണ്ടസ് പിതാവിന്റെ പ്രവർത്തനം കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് ഉത്തേജനം നൽകി. 2002 അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവ് കൺവെൻഷന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി കൊല്ലം രൂപത കരിസ്മാറ്റിക് ടീമിനെ കൺവെൻഷന്റെ പൂർണ്ണ ചുമതലയേൽപ്പിച്ചു. കേരളത്തിലെ പ്രശസ്തരായ വചനപ്രഘോഷകർ കൺവെൻഷനുകൾക്ക് ആത്മീയ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. രൂപതയിലെ വിവിധ ഇടവകകളിലുള്ള 100ഓളം കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നിന്നുള്ള 300ഓളം പ്രേക്ഷിതർ ഇതിനായി പ്രവർത്തിക്കുന്നു. കൺവെൻഷന് 40 ദിവസത്തിന് മുൻപ് തന്നെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ആരംഭകാലത്ത് കടൽ തീരത്തും പിന്നീട് 2020 വരെ കൊല്ലം കണ്ടോൺമെന്റ് മൈതാനിയിലും കഴിഞ്ഞ 3 വർഷങ്ങളിലായി കൊല്ലം ആശ്രമ മൈതാനിയിലും കൺവെൻഷൻ നടന്നുവരുന്നു. ഇതിനു മുന്നോടിയായി പ്രേക്ഷിതർക്കായി 3 ഒരുക്ക ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നു. കൺവെൻഷന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിനായി ഏകദേശം 10ഓളം മിനിസ്ട്രികളിലായി ഇവർ പ്രവർത്തിക്കുന്നു. 2019 കൺവെൻഷനായി പ്രത്യേക ഗാനം രചിച്ച് ഈണം നൽകി. കൊല്ലം രൂപതയുടെ മധ്യസ്ഥയായ കർമ്മല മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള സന്ദേശയാത്ര കൊല്ലം രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലുമെത്തി ഇടവകാജനങ്ങളെ കൺവെൻഷനിലേക്ക് ക്ഷണിക്കാറുമുണ്ട്. ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടറായ റവറന്റ് ഫാദർ ജോർജ് പള്ളിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവരും ആ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള ഒരു വിളിയാണ് ഈ ധ്യാനത്തിലൂടെ നൽകുന്നത്. അത്യുന്നതനായ ദൈവമേ, ഞാനങ്ങ് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കെല്ലാം നൽകുന്ന ദൈവത്തെ തന്നെ എന്ന സങ്കീർത്തന വചനങ്ങളെ നമുക്ക് ഓർക്കാം. 57-ാം സങ്കീർത്തനം 2-ാമത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന തിരുവചനമാണ്. കർത്താവിനെ സ്നേഹിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടും ശക്തിയോടുകൂടി സ്നേഹിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്ന ഈ ധ്യാനത്തിൽ പങ്കുചേരുവാൻ നിങ്ങളെ കൊല്ലം ആശ്രമ മൈതാനത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യും.